കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ശലോം. സുഖമായിരിക്കുന്നോ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്നു അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറയുകയാണ്. കർത്താവ് ചെയ്തതായ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് പ്രകൃതി സംബന്ധമായ അത്ഭുതങ്ങളും ചെയ്തു, ശാരീരികമായുള്ള അത്ഭുതങ്ങളും ചെയ്തു, മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അതുപോലെ റെക്കോർഡ് ചെയ്യപ്പെട്ടതായ അത്ഭുതങ്ങൾ ഏകദേശം 33 അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളിൽ രേഖപ്പെടുത്താത്തതായിട്ട് വളരെ ഉണ്ട്. എത്രയുണ്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നോക്കാം. 25-ാമത്തെ വാക്യം വായിക്കുകയാണ്. യേശു ചെയ്തത് മറ്റ് പലതും ഉണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. എന്താണ് പറയുന്നത്? യേശുക്രിസ്തു ഇത്രയുമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. എത്രയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ളതായ പുസ്തകങ്ങൾ അതിന് മതിയാകില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് പറയുകയാണ് ഭക്തനായിരിക്കുന്നതായ യോഹന്നാൻ. അതുകൊണ്ട് എഴുതപ്പെട്ടവ മാത്രമല്ല യേശു ചെയ്തതായ അത്ഭുത പ്രവൃത്തികൾ, രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ ഏകദേശം 33 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയതായി കാണുവാൻ കഴിയുന്നു. ഈ 33 അത്ഭുതങ്ങളിൽ വെച്ച് 11 അത്ഭുതങ്ങൾ, ആശ്ചര്യ കാര്യങ്ങൾ കഫർന്നഹൂമിൽ മാത്രമായിട്ട് യേശു ചെയ്തതാണ്. 33 അത്ഭുതങ്ങളിൽ 11 അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണെന്നൊന്ന് പറയാൻ കഴിയുമോ? ഏകദേശം 35% അത്ഭുതങ്ങളും കഫർന്നഹൂമിൽ തന്നെയാണ് യേശു ചെയ്തത്. കാരണം കൂടുതൽ പ്രാവശ്യം അവൻ ആ ദേശത്ത് പാർത്തിരുന്നു. ചില സമയത്ത് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ദേവദാസ, ആ ദേശത്തിലെ പഞ്ചായത്ത് മെമ്പർ രോഗം കൊണ്ട് ഭാരപ്പെടുകയാണ്, രോഗക്കിടക്കയിലായിരിക്കുകയാണ്. അങ്ങ് വന്നൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കാനിടയാകും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ ഒരു വ്യക്തിയുണ്ട്, അയാൾ വലിയൊരു മദ്യപാനിയാണ്. അയാളൊന്ന് മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളിൽ എല്ലാവരും രക്ഷിക്കപ്പെടാനിടയുണ്ട് എന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇയാൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ, ഇയാൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ഇയാളിലൊരു മാറ്റമുണ്ടായാൽ, മതമാറ്റത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇയാളുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടായാൽ ദേശത്തിലുള്ള എല്ലാവരുടെയും ജീവിതത്തിലും മാറ്റമുണ്ടായേക്കാം. അത് വാസ്തവമായ കാര്യമാണോ? വാസ്തവമാണോ? കഫർന്നഹൂമിൽ താൻ ചെയ്തതായ അത്ഭുതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നവ, ആ അത്ഭുതങ്ങളിൽ 35% കഫർന്നഹൂമിലാണ് ചെയ്തത്. എന്ത് സംഭവിച്ചു? മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം, അവിടെ എന്തെഴുതിയിരിക്കുന്നെന്ന് നമുക്ക് നോക്കാം. 20-ാമത്തെ വാക്യം. ആദ്യം 20 വായിക്കാം, പിന്നെ നമുക്ക് 23-ാമത്തേത് വായിക്കാം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകയാൽ, ആ പട്ടണങ്ങൾ മാനസാന്തരപ്പെടാതെ ഇരിക്കുകയാൽ അവൻ അവയെ ശാസിച്ചു തുടങ്ങി എന്നെഴുതിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഏതെല്ലാം പട്ടണങ്ങളിലായിരുന്നോ യേശുക്രിസ്തു വളരെ അത്ഭുതങ്ങൾ ചെയ്തത്, ആ പട്ടണക്കാർ മാനസാന്തരപ്പെടുവാൻ ഇടയായില്ല. അതിൽ ഒന്നാണ് കഫർന്നഹൂം. 23-ാം വാക്യം നമുക്ക് വായിക്കാം. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ, എന്താണ് ഇവിടെ പറയുന്നത്? നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സോദോമിൽ
നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിലനിൽക്കുമായിരുന്നു. സോദോം വളരെ പാപം നിറഞ്ഞ ഒരു പട്ടണമാണ്. കഫർനഹൂമിനെ ഏതുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നു ഇപ്പോൾ? എവിടെയാണോ യേശു കർത്താവ് വളരെ അത്ഭുതകാര്യങ്ങൾ ചെയ്തത്, ആ അത്ഭുതങ്ങൾ നടന്നതായ പട്ടണങ്ങളിൽ യേശു കർത്താവ് ആളുകൾ മാനസാന്തരപ്പെടാത്തത് ഇരിക്കുന്നത് കണ്ട് ശാസിക്കുവാൻ ഇടയായി. പറയുകയാണ്, നിന്നിൽ നടന്നതായ അത്ഭുത പ്രവർത്തികൾ സോദോമിൽ ചെയ്തിരുന്നുവെങ്കിൽ, വീര്യപ്രവർത്തികൾ അവിടെ ചെയ്തിരുന്നുവെങ്കിൽ ആ പട്ടണം ഇന്നും നിലനിൽക്കുമായിരുന്നു എന്ന്. നീ സ്വയം ഉയരുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നരകത്തിലേക്ക് പോകും. പ്രിയ സഹോദര സഹോദരി, വീണ്ടും പറയട്ടെ, നീ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ശരീരലാഭത്തിനു വേണ്ടി, ശാരീരിക സൗഖ്യത്തിനു വേണ്ടി മാത്രം കടന്നു വന്നു എങ്കിൽ അനേകം സന്ദർഭങ്ങളിൽ യഥാർത്ഥ അനുഗ്രഹമായ ആത്മരക്ഷ നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാതെ പോകാൻ ചാൻസുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി നീ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നുവെങ്കിൽ, ശരീരത്തിന് സൗഖ്യം ലഭിച്ചില്ല എങ്കിലും നിനക്ക് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന അവസരം അത് 100% ഉറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരത്തേക്കാൾ ഞാൻ നേടിയെടുത്തതായ ആത്മരക്ഷ വളരെ വളരെ ശ്രേഷ്ഠമായതാണ്. കർത്താവിൽ വിശ്വസിക്കുന്നുവല്ലോ, അവനെ നിങ്ങൾ ദൈവമായിട്ട് കൈക്കൊണ്ടുവല്ലോ. നിന്റെ കൈകളുടെ ആരോഗ്യസ്ഥിതി നോക്കുക, നിന്റെ കാലുകൾ നീ നോക്കുക, നിന്റെ ശരീരം എത്ര ക്ഷീണിച്ചിരിക്കുന്നത് നോക്കുക. നിനക്ക് എത്രയോ രോഗങ്ങളാണ് വരുന്നത്, എത്രയോ ബലഹീനതകൾ വന്ന് നിന്റെ ശരീരത്തെ ജീവച്ഛവമായിട്ട് മാറ്റാൻ പോകുന്നു. ഇങ്ങനെ പിശാച് വന്നിട്ട് നിങ്ങളെ ഏതു രീതിയിൽ പരീക്ഷിച്ചാലും നീ എന്താണ് പറയുന്നത്? വെഡ്ഡിയായ പിശാചേ, മണ്ണിൽ നിന്ന് വന്നത് തിരികെ മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ എൻ്റെ ആത്മാവ് ജീവനുള്ളവനായ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ ഓർത്തുകൊണ്ട് ഞാൻ സന്തോഷിക്കും. അതിനെയാണ് രക്ഷയുടെ ആനന്ദം എന്ന് വിളിക്കുന്നത്. ശിഷ്യർ വന്ന് പറയുകയാണ്, യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. എത്ര അത്ഭുതകരമായ ശുശ്രൂഷയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിൽക്കൂ. അത്ഭുതങ്ങളെക്കുറിച്ച്, ഭൂതങ്ങളെ പുറത്താക്കുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഘോഷിക്കേണ്ട. അതിനേക്കാൾ വലിയ അത്ഭുതം എന്താണെന്ന് പറയാം. അതിനേക്കാൾ വലിയ അത്ഭുതം ഏതാണ് കർത്താവേ? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലുള്ള ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതോർത്തുകൊണ്ട് നീ ആനന്ദിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഭൗതികമായുള്ള അനുഗ്രഹം കാണാൻ കഴിഞ്ഞില്ല എങ്കിലും, ശാരീരികമായ അനുഗ്രഹങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും, ആഗ്രഹിച്ച ഒരത്ഭുതം പോലും കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും, എല്ലാത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ആൾറെഡി അവൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകുന്നതായ ആളുകളുടെ ലിസ്റ്റിൽ നിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ അത്ഭുതം, ഇതിനേക്കാൾ വലിയ സന്തോഷം ഏതാണ് നിന്റെ ജീവിതത്തിൽ? പറയൂ. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ഒരു നല്ല വചനമുണ്ട്. നമുക്കത് വായിക്കാം. 31-32 വാക്യങ്ങൾ. ഇത് സംബന്ധിച്ച് എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ, ശ്രദ്ധിച്ചു വായിക്കുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെയിരിക്കുമോ? അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതെയിരിക്കുമോ? ദൈവപുത്രനെ തന്നെ എനിക്കും നിനക്കും വേണ്ടി ഏൽപ്പിച്ചു തരാനിടയായി. അവൻ ആഹാരം തരില്ലേ? വസിക്കുവാൻ പാർപ്പിടം തരില്ലേ? ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആരോഗ്യത്തെ നൽകില്ലേ? തീർച്ചയായും നൽകും. അതുകൊണ്ട് എന്താണ് പറയുന്നത്? എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് പറഞ്ഞ് കരയേണ്ട, ആകുലപ്പെടേണ്ട. പക്ഷികളെ നോക്കുക, അത് വിതയ്ക്കില്ല, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും ആകാശത്തുള്ളവനായ ദൈവം അവയെ പോറ്റുന്നില്ലയോ? നിങ്ങൾ പക്ഷികളെക്കാൾ ശ്രേഷ്ഠരായവർ അല്ലയോ? ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് സ്വർഗീയ പിതാവിന് അറിയാം. അതുകൊണ്ട് അവയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതെ മുന്നമേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ.
അവൻ നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചതുപോലെ നിങ്ങളും അവനെപ്പോലെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്തിന്റെ മേൽ കണ്ണു വയ്ക്കരുത്. ഭൂമിയുടെ മേൽ നിങ്ങളുടെ കണ്ണുകളെ വയ്ക്കരുത്. ഇത് പ്രതീക്ഷ തന്ന് വഞ്ചിക്കുന്നതായ എന്താണ്? ഇത് നമ്മെ ആശിപ്പിച്ചിട്ട് ചതിക്കുന്നതാണ്. അതുകൊണ്ട് മായയായ ഈ ലോകത്തിൽ വിശ്വസിക്കരുത് എന്ന് പറയുന്നു. വിശ്വസിക്കരുതേ, വിശ്വസിക്കരുതേ നിങ്ങൾ. ഈ മായ ലോകം നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പറയുകയാണ്. വിശ്വസിക്കരുതേ, നിങ്ങൾ വിശ്വസിക്കരുതേ. ഈ മായ ലോകം നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പാടുന്നു. ഇത് ആശിപ്പിച്ച് നമ്മെ വഞ്ചിക്കുന്നതായ ലോകമാണ്. ഇത് മായലോകമാണ്. അതിൽ വിശ്വസിക്കരുത്. അതാണ് യഥാർത്ഥമായ ലോകം. അവിടെയാണ് വിശ്വാസം വയ്ക്കേണ്ടത്. ഇത് ശാശ്വതമല്ല, അത് ശാശ്വതമാണ്. ബൈബിളിൽ പറയുകയാണ്, കൺമുൻപിൽ കാണുന്നത് ശാശ്വതമല്ല, കാണാൻ കഴിയാത്ത സ്വർഗമാണ് ശാശ്വതമായത്. അതിൽ നമ്മുടെ മനസ്സ് വയ്ക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. വീണ്ടും പറയട്ടെ, നിങ്ങൾ ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട്, കർത്താവേ, നീ എന്താണ് എനിക്ക് തന്നത്? എന്താണ് നീ എനിക്ക് എന്താണ് തന്നത്? ആലയത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, സ്തോത്രാശ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് എന്ത് തന്നു? തിന്നാ 32 പല്ല് തന്നിട്ടുണ്ട്, പോയി നോക്കുക. എന്താണ് തന്നത് എന്നാണോ ചോദിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ മുഖത്തിന് നേരെ ഇങ്ങനെ അടിച്ചു എന്നിരിക്കട്ടെ, കണ്ണുകൾ എന്തു ചെയ്യുമെന്നറിയാമോ? എവിടെ നിന്നെങ്കിലും പൊടി വരുമോ എന്ന് ഭയന്നുകൊണ്ട് കണ്ണിനെ കാക്കും, കണ്ണിനെ സംരക്ഷിക്കും. ഇങ്ങനെ കൈഞ്ഞൊടിച്ചാൽ, നിങ്ങൾ എത്ര വേഗത്തിൽ കൈഞ്ഞൊടിച്ചാലും, എത്ര വേഗത്തിൽ നിങ്ങൾ ഒരു സൂചി കൊണ്ട് കുത്താൻ ശ്രമിച്ചാലും, അതിനേക്കാൾ വേഗത്തിൽ ഈ കൺപോളകൾ എന്തു ചെയ്യും? കണ്ണിനെ സംരക്ഷിക്കും. നിങ്ങൾ നോക്കുക, ഈ കൺപോളകൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഈ കണ്ണെന്നേ പോകുമായിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? നീ എന്താണ് ചെയ്തത് എങ്കിൽ ഒരു നിമിഷം ചെന്ന് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കുക. അപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്ന് കാണാൻ കഴിയും. ഇവയെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. എന്താണ് ദൈവമേ ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ വിട്ടുപിരിഞ്ഞു. എന്താണ് ദൈവമേ ചെയ്തത്? സിംഹാസനത്തെ വിട്ടുമാറി. എന്താണ് ദൈവമേ ചെയ്തത്? കോടാനുകോടി ദൂതന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ മഹത്വം നിറഞ്ഞതായ ഭാഗ്യം ഉപേക്ഷിച്ചു. എന്താണ് ദൈവമേ ചെയ്തത്? നിനക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. എന്താണ് ദൈവമേ ചെയ്തത്? എന്നെ തന്നെ ഞാൻ ശൂന്യനാക്കി. നീ ദരിദ്രനായി ജീവിക്കുന്നു എന്ന് കണ്ട് നിന്റെ അരികിൽ ഞാൻ ദരിദ്രനായിട്ട് വന്നു. നീ എവിടെയാണോ വീണ് കിടന്നത് അവിടേക്ക് തന്നെ വന്നു. എന്താണ് ദൈവമേ ചെയ്തത്? നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് ജനിച്ചു, ദാസന്റെ രൂപം ധരിച്ചു. എന്തു ചെയ്തു കർത്താവേ? 33 സംവത്സരക്കാലം നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചു. എന്തു ചെയ്തു കർത്താവേ? നീ നന്നായിരിക്കുവാൻ, നിന്റെ ജീവിതം രക്ഷപ്പെടുവാൻ ശ്രേഷ്ഠമായ സന്ദേശങ്ങൾ തന്നു. എന്തു ചെയ്തു കർത്താവേ? നീ ചെയ്തതായ മോഹത്തിന്റെ നോട്ടങ്ങൾ കൊണ്ട് എന്റെ മുഖത്ത് തുപ്പലുകളേറ്റു. എന്താണ് കർത്താവേ നീ ചെയ്തത്? നീ ചിന്തിച്ചതായ ദോഷകരമായ ചിന്തകൾ നിമിത്തം എന്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കാനിടയായി. എന്തു ചെയ്തു കർത്താവേ? നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്ത പാപപ്രവർത്തികൾ നിമിത്തം എന്റെ ശരീരത്തെ ഞാൻ ചാട്ടവാറിനേൽപ്പിച്ചു കൊടുത്തു. എന്താണ് കർത്താവേ നീ ചെയ്തത്? നിന്റെ കൈകൾ കൊണ്ട് ചെയ്തതായ പാപങ്ങൾ കാരണം നിനക്ക് വരേണ്ടിയിരുന്നതായ ശിക്ഷയ്ക്കായി എന്റെ കൈകളെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ് കർത്താവേ നീ എനിക്കായി ചെയ്തത്? നീ അരുതാത്ത ഇടങ്ങളിൽ പോയതുകൊണ്ട് എന്റെ കാലുകൾ ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ് കർത്താവേ നീ എനിക്കായി ചെയ്തത്? നിനക്ക് വരേണ്ടിയിരുന്ന മരണശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങി 3 ആണികളിന്മേൽ തൂങ്ങി ക്രൂശിൽ മരിച്ചു. എന്താണ് കർത്താവേ നീ ചെയ്തത്? നീ മരിക്കേണ്ടിയിരുന്നതായ ഇടത്ത് ആ മരണം നിനക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് നിന്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ പ്രാണനെ കൊടുത്തു. ഇന്ന് പിശാച് നിന്നോട് വന്ന് പറയുകയാണ്, നിന്റെ ദൈവം എന്താണ് നിനക്കായി ചെയ്തത്? നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് നല്ലൊരു ജോലി തന്നോ? സൗഖ്യം സൗഖ്യം സൗഖ്യമെന്ന് നീ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ തന്നെ നിനക്ക് സൗഖ്യം തന്നില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ, അവയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായി ദൈവത്തോട് നീ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നീ പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ മറുപടി ലഭിച്ചില്ല എങ്കിൽ പിശാച് സാധാരണമായിട്ട് വന്നിട്ട് നിന്നോട് എന്തു പറയുമെന്ന് നിനക്കറിയാമോ? നിന്റെ ദൈവം എന്തു ചെയ്തു? നിന്റെ മകളുടെ കാര്യം എന്താകും? നിന്റെ മകന്റെ ജോലിക്കാര്യം എന്താകും? നിന്റെ വീടിന്റെ കാര്യം എന്താകും?
നിന്റെ കടഭാരത്തിന്റെ കാര്യം എന്താണ്? നിന്റെ രോഗത്തിന്റെ വിഷയം എങ്ങനെയാണ്? ഈ കഷ്ടതയുടെ കാര്യം എന്താണ്? ആ നഷ്ടം നീ എങ്ങനെ നികത്തും? നിന്റെ ദൈവം എന്തു ചെയ്തു? ഇങ്ങനെ പിശാച് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷേ നിന്നെ ചോദ്യം ചെയ്താൽ അവനെ ക്രൂശ് കാണിച്ചു കൊടുക്കുക. ഇതിനേക്കാൾ അധികമായി എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യേണ്ടതായ ആവശ്യമില്ല. എനിക്ക് വേണ്ടി പ്രാണനെ തന്നെ തന്നു. എന്തു ചെയ്തെന്ന് ചോദിക്കുകയാണോ? പ്രാണനെ പോലെ എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് എനിക്കായി പ്രാണനെ തന്നെ നൽകി. ഇതിലധികം എന്തു വേണം? ഇത് ഒരു വശത്ത് വയ്ക്കുക. ജോലി നൽകുന്നു, ആരോഗ്യം നൽകുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറ്റുന്നു, കടബാധ്യതയിൽ നിന്നും വിടുതൽ ലഭിച്ചു. ഇവയെല്ലാം നേടാനിടയായി. എന്നാൽ നിനക്കായി അവൻ പ്രാണനെ തന്നില്ല. നീ എവിടേക്ക് പോകും? പറയൂ, ഉറക്കെ പറയുക. അല്പം ഉറക്കെ പറയുക. അവന്റെ പ്രാണൻ തന്നതുകൊണ്ട് മതിയായോ ഇല്ലയോ? പ്രാണം എന്തിനാണ് ദൈവമേ? എനിക്ക് ആഹാരം തന്നാൽ മതി. ജീവൻ എന്തിനാണ് നൽകുന്നത്? എനിക്കുള്ള കടങ്ങളൊക്കെ വീട്ടിൽ തന്നാൽ മതി. എന്തിനാണ് ജീവൻ കൊടുക്കുന്നത്? എനിക്ക് 2-3 വിവാഹം നടത്തി തന്നാൽ മതി. പ്രിയ സഹോദരങ്ങളെ, ചോദിക്കട്ടെ, ഒരുപക്ഷേ അവൻ നിങ്ങൾക്കായി പ്രാണനെ കൊടുക്കാതെ നീ ചോദിക്കുന്ന സകലതും നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നീ മരിച്ചതിന് ശേഷം നീ എവിടേക്ക് പോകാനിടയാകും? നരകത്തിലേക്ക് പോകും. ഈ കാര്യം അവിടെ നിൽക്കട്ടെ. അവൻ നിനക്ക് വേണ്ടി പ്രാണനെ തന്നു. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. നീ ഇവൾ കണ്ണടച്ചാൽ സ്വർഗത്തിൽ കണ്ണു തുറക്കും. നിനക്ക് ഇത് വേണമോ അതോ അത് വേണമോ? ചോദിക്കട്ടെ, വീണ്ടും പറയട്ടെ. ആ ദൈവത്തെ നിനക്ക് തരാതെ ഈ ലോകത്തിൽ എന്തു തന്നെ നൽകിയാലും അവസാനം അത് എന്തായിത്തീരും? നരകമാണ്. ഈ ലോകത്തിൽ നിനക്കൊന്നും തന്നില്ല എങ്കിലും നിനക്ക് രക്ഷ തന്നിരിക്കുന്നുവെങ്കിൽ നിന്റെ അന്ത്യം എന്തായിത്തീരും? സ്വർഗം. ഇത് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആകണം. നമ്മുടെ സിരകളിൽ കൂടി ഇതൊഴുകണം. പിശാച് ഏത് സമയത്ത് വന്ന് നിന്നെ പരീക്ഷിച്ചാലും നീ എന്താണ് കാണിച്ചു കൊടുക്കേണ്ടത്? ക്രൂശിൽ തൂങ്ങുന്നവനായ യേശുവിനെ കാണിക്കുക. അതെനിക്ക് മതി. ഇതിലധികമായി എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ കഷ്ടതയും ഈ ബുദ്ധിമുട്ടും ഈ ഞെരുക്കങ്ങളുമൊക്കെ അല്പകാലത്തേക്ക് മാത്രമാണ്. സഭയെ ഇത് മനസ്സിൽ വയ്ക്കുക. അല്പകാലത്തേക്ക് മാത്രമാണ്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 5:10 പിശാച് വന്ന് നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ, പിശാച് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവന് കൊടുക്കേണ്ട മറുപടി എന്താണ്? 1 പത്രോസ് 5:10 എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. എന്താണ്? നിങ്ങൾ ഉറപ്പിച്ച് ശക്തീകരിക്കും. നിന്റെ ബലഹീനതയിൽ എന്റെ കർത്താവ് നിന്നെ ബലപ്പെടുത്തും. അസ്ഥിരമായിരിക്കുന്നതായ സകലത്തെയും കർത്താവ് എന്തു ചെയ്യും? ഉറപ്പിക്കും. ജോലിക്ക് സ്ഥിരതയില്ലെങ്കിൽ അത് ഉറപ്പിക്കും. സാമ്പത്തിക സ്ഥിതിക്ക് സ്ഥിരതയില്ലെങ്കിൽ അത് ഉറപ്പിക്കും. അല്പകാലത്തേക്ക് കഷ്ടത അനുഭവിച്ചതിന് ശേഷം, പ്രിയ സഹോദര സഹോദരി, നിനക്ക് കഴിക്കുവാനുള്ളതായ ആഹാരവും ധരിപ്പാനുള്ള വസ്ത്രവും വസിക്കുവാൻ പാർപ്പിടവും എന്റെ കർത്താവ് ഒരിക്കലും നൽകാതെ ഇരിക്കില്ല. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി മനസ്സിലാക്കേണ്ടതായ സത്യം. ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്നുവെന്നറിയാമോ? അത്ഭുതം, അത്ഭുതം. യെസ്, എന്റെ കർത്താവ് അത്ഭുതം ചെയ്യും. അതിലൊരു സംശയവും ഇല്ല. എന്നാൽ ദയവുചെയ്ത് ശ്രദ്ധിക്കുക, അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വരരുത്. ഭൗതികമായുള്ള അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിൻ്റെ കാൽക്കൽ വീണ് കരയരുത്. അതിനേക്കാൾ ശ്രേഷ്ഠമായ അത്ഭുതം കർത്താവ് നിനക്കായി ചെയ്തിരിക്കുന്നു. നിന്റെ ആത്മാവിനായി ചെയ്തിരിക്കുന്നു. അത് മുറുകെ പിടിക്കൂ. യേശുക്രിസ്തു ഏറ്റവും കൂടുതലായിട്ട് അത്ഭുതങ്ങൾ ചെയ്തതായ പട്ടണം ഏതായിരുന്നുവോ ആ പട്ടണത്തിലെ ആളുകൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് യേശു അവരെ ശാസിച്ചു. കഫർനഹൂമേ, നിനക്കെന്തു സംഭവിച്ചു? ഞാൻ ചെയ്ത അനേകമായ അത്ഭുതങ്ങളിൽ കൂടുതലും നിന്നിലല്ലേ ഞാൻ ചെയ്തത്? എന്താണ് നീ പിന്നെ മാനസാന്തരപ്പെടാത്തത്? 20 വാക്യം നോക്കുമ്പോൾ, കഫർനഹൂമിൽ മാത്രമല്ല, മറിച്ച് പല പല പട്ടണങ്ങളിലും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ. അനേകം പട്ടണങ്ങളിൽ അവൻ ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ചെയ്തു. അവനാരാണ്? യേശു.
യേശു കർത്താവ് വളരെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാനിടയായി. ആ പട്ടണത്തിലെ ആളുകൾ മാനസാന്തരപ്പെട്ടില്ല. യേശു എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? പറയുക, മാനസാന്തരപ്പെട്ടതായ മനസ്സ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ബൈബിളിൽ പറയുന്നത്. മാനസാന്തരപ്പെടാതെ ഇരിക്കുന്നത്. അവൻ കണ്ടിട്ട് അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബേത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ടുതന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഇവർ ആരാണ്? യഹൂദന്മാർ. ആരാണ്? ബേത്സയിദയിലുള്ള ആളുകൾ, കഫർനഹൂമിലുള്ള ആളുകൾ യഹൂദന്മാരാണ്. യഹൂദന്മാർ തന്നെ യേശു കർത്താവിൻ്റെ വചനത്തെ കൈക്കൊള്ളാതിരുന്നത് എത്ര ദാരുണമാണ്. ക്രിസ്തീയ സമൂഹമേ, നമ്മൾ തന്നെ യേശുവിൻ്റെ വചനത്തെ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അത് ദൈവത്തെ എത്രത്തോളം ദുഃഖിക്കാനിടയാകും എന്നത് ചിന്തിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കർത്താവേ, ഈ ലോകത്തിൽ മനുഷ്യനാവശ്യമുള്ളതായ ഏറ്റവും വലിയ അത്ഭുതം, അവൻ ഏത് പാപത്താലാണോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, ഏത് പാപത്തിനാണോ അടിമപ്പെട്ട് കിടക്കുന്നത്, ഏത് പാപങ്ങളാണോ മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, നിത്യ നരകാഗ്നിയിലേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത്, ആ ഭയങ്കരമായ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും വിടുവിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. കർത്താവേ, ആ മഹാ അത്ഭുതം ഈ പ്രാർത്ഥനയിൽ ഏകീഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സകല വ്യക്തികളുടെയും വീടുകളിൽ ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ കാരണം ഞങ്ങളുടെ തെറ്റുകളാണല്ലോ. ആ സ്വഭാവമുള്ള മനസ്സിന് മാറ്റമുണ്ടായാൽ ഞങ്ങളുടെ കഷ്ടതകൾ മാറും. അതുകൊണ്ട് ഞങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. സകല വ്യക്തികളുടെയും മനസ്സിനെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ രക്ഷിക്കപ്പെടുവാനായി ഉള്ളത്, അവർക്കെല്ലാവർക്കും കർത്താവേ രക്ഷ 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 കൊടുക്കണമേ. കർത്താവേ, അവർക്ക് രക്ഷ കൊടുക്കണമേ, രക്ഷ കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.